ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 16-ാം അധ്യായം അതിൻ്റെ അവസാനത്തിൽ ഉപസംഹരിക്കുന്ന വേളയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ വാതിലുകളെക്കുറിച്ചും. വാസ്തവത്തിൽ ഈ നരകമെന്ന ഒരു സങ്കല്പത്തെ എല്ലാ മതങ്ങളിലും ഇതുണ്ട്. പക്ഷെ അതിൻ്റെ ദാർശനിക തലം അത് വളരെ പ്രധാനമാണ്. ഗീത നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് നരകമെന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ അല്ല, അതെവിടെയാണ് എന്നാണ്. ആരാണ് അതിൻ്റെ ആ നരകത്തെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ആരാണ്? എവിടെയാണ് അതിൻ്റെ സങ്കേതം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വാതിൽ തുറക്കുന്നതാര്, അടയ്ക്കുന്നതാര്? ഇതിന് വല്ല അന്തവും കുന്തവും ഉണ്ടോ? അപ്പം ഇവിടെ ഈ നരകത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ്. അതിന് ഭഗവാൻ പറഞ്ഞത് 3 വാതിലുകളാണ്. എന്താണ്? ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. ആത്മനഃ നാശനഃ. നമ്മളെ നശിപ്പിക്കുന്ന ഈ 3 വാതിലുകൾ ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം. കാമം എന്താണ്? കാമം മതിവരായിക. എത്ര ആഗ്രഹങ്ങളാണ്. കാമത്തെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാമം അപ്പോൾ ആഗ്രഹമൊന്നും പാടില്ല എന്നാണോ? അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ ചതുർവിധ പുരുഷാർത്ഥത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നത്. ഇത് 4ഉം അനിവാര്യമായിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്താണ്? ധർമ്മമാണ്. അതാണ് ഒന്നാമത്തേത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ഈ ധർമാനുസൃതമായ അർത്ഥസമ്പാദനമാണ് ധർമാനുസൃതമായ കാമവും, അതിൽ നിന്നുള്ള മോക്ഷവും. അപ്പം എപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ കാമങ്ങളെ എല്ലാം തന്നെ മഹാഭാരതത്തിൽ പറയുന്ന ഇഷ്ടം ധർമ്മേഷു യോജയേ. എൻ്റെ കാമത്തെ, എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ ആഗ്രഹത്തെ ധർമ്മത്തിൽ യോജിപ്പിക്കണം. ധർമ്മത്തിൽ യോജിപ്പിച്ചാൽ അത് നടക്കുമോ? അതുകൊണ്ടാണ് നാട്ടിൽ ഇത് വളരെ നിങ്ങൾക്ക് നമ്മളിതിനെ വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള റിലീജിയസ് ആയിട്ട് കൂടുതൽ റിലീജിയസ് ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങൾ, അവിടെ ഈ അധർമ്മങ്ങൾ നടക്കുമ്പോൾ ആ അധർമ്മത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ വെള്ളപൂശുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നറിയോ? മതത്തിൻ്റെ ഒരു എലമെൻറ്റ് ഇതിലേക്ക് ചേർക്കും. എങ്ങനെയാണോ ഇഷ്ടം ധർമ്മേഷു യോജയേ എന്ന പ്രമാണം പോലെ ഈ കൊള്ളരുതായ്മകളെയും വേണ്ടാധീനങ്ങളെയും അശാന്തി ഉണ്ടാക്കുന്നതിനെയൊക്കെ ഈ പറഞ്ഞ മതത്തിൻ്റെ പേരിൽ അതങ്ങനെ ചേർത്ത് കഴിഞ്ഞാലോ ഏത് അനാചാരവും അന്ധവിശ്വാസങ്ങളും വേണ്ടാധീനങ്ങളും നമുക്ക് സമൂഹത്തിൽ അതിനെ നിലനിർത്താൻ സാധിക്കും, അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ സാധിക്കും. അത് ഏത് പൊട്ടത്തരാണെങ്കിലും. ഇവിടെ എത്രയൊക്കെ വെടിക്കെട്ട് കൊണ്ട് അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ മരിച്ചാലും, ആന എത്ര പേരെ ചവിട്ടിക്കൊന്നാലും, ഈ അധർമ്മം ഉൾച്ചേർത്തിരിക്കുന്ന ഒന്നുണ്ട്. എന്തിലാണ്? ഈ പറഞ്ഞ മതത്തിലാണ്.
അപ്പോൾ അവിടെ വേറെ ചോദ്യം ഉണ്ടാവും, ഈ പ്രകൃതിയുടെ ഇതിൽ വാഹന അപകടത്തിൽ എത്ര പേര് മരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ആളുകൾ എത്ര പേര് മരിക്കുന്നു, അങ്ങനെയൊക്കെ നോക്കിയാലോ. ഈ കോവിഡ് വന്നപ്പോൾ ഇതിന് വലിയൊരു മനുഷ്യരൊക്കെ കുറച്ചുകൂടെ വിവേകത്തോടു കൂടി ചിന്തിച്ചു എന്ന് കരുതിയെടുത്ത് നമ്മൾ പെട്ടു. കോവിഡ് പോയി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ശക്തിയോടുകൂടി തിരിച്ചു വന്നു. വിദ്യാരണ്യ സ്വാമികൾ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഈ ഗംഗയിൽ ഈ പോത്തും ഇതുമൊക്കെ, ഈ പശു ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുകയും അങ്ങനെ മുങ്ങി ഈ എരുമയൊക്കെ കണ്ടിട്ടുണ്ടോ? ഗംഗയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നദിയിലും അവിടെ ഇവിടെയൊക്കെ കാണാം. അപ്പം ഇത് ഈ കരയിൽ ഈ നദിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഈച്ചകളുണ്ട്. ഇതിൻ്റെ ദേഹത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും പോറലോ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കുകയും വേണ്ട, അവിടെ കൂടുതൽ ഈച്ചകൾ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പോയിട്ട് ഈ വെള്ളത്തിൽ ഇതിങ്ങനെ മുങ്ങുമ്പോൾ ഇതിറ്റുകൾ കൂടെ മുങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം പറന്നു പോകും. പക്ഷേ ഇത് പൊങ്ങാൻ കാത്തിരിക്കുക, വന്നിരിക്കാൻ. ഇതുപോലെയായിരുന്നു കോവിഡ് വന്ന് ഒരു വലിയൊരു ഒരു ഭയങ്കരം നമുക്ക് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. ക്വാറന്റൈൻ, എൻ്റെ അമ്മോ എന്തൊക്കെയാണ് അതിനെ ചൊല്ലിയിട്ടുള്ള കുറേ എന്താ പറയുക, പാത്രം മുട്ടൽ മുതലായിട്ടുള്ള കൊറോണ ഒക്കെ നമ്മൾ നടത്തിയവരാണ്. പാത്രം മുട്ടി കൊറോണയെ ഓടിച്ചിട്ടുള്ളവരാണ്. കാഞ്ഞിരമുട്ടിയിൽ യാഗം ചെയ്യുക, എന്തൊക്കെയെന്നറിയോ. അപ്പോൾ ഒരു കൂട്ടർ ആ വഴിക്കും പോയി, ഒരു കൂട്ടർ കുറേ പേര് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു. കുറച്ച് പേര് മാസ്കൊക്കെ ഇട്ട് മര്യാദയ്ക്ക് നടന്നു. എന്തായാലും ഭയങ്കര ജാതി ഒരു ഈ പറഞ്ഞ നാട്ടിലെ ഈ ദുരാചാരങ്ങളും ഈ ആചാര സംരക്ഷകർ ഇത്തരം ആളുകളൊക്കെ മാളത്തിലായിരുന്നു. അവരൊന്നും എന്തൊക്കെ വന്നാലും എന്തായാലും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ആരും പറഞ്ഞ് റോട്ടിലിറങ്ങിയിട്ടില്ല. ഇവരെല്ലാം മാളത്തിലായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ പോത്ത് നദിയിലേക്ക് താഴ്ന്നപ്പോൾ ഈച്ചകൾ പോയതുപോലെ. പക്ഷെ ഇത് പൊങ്ങിയപ്പോൾ എല്ലാം കൂടെ വന്നിരിക്കുന്നത് പോലെ കോവിഡൊക്കെ പോയി, അതിൽ കുറേ പേര് മരിച്ചു, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്താ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഏതിനെങ്കിലും കുറിച്ച്? ഇപ്പോൾ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ ഉള്ള ഒരു ചിത്രം തന്നെയുണ്ട്. വായ്ക്കകത്ത് ക്യാൻസർ വന്നിട്ടുള്ള ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു അരോചകമായിട്ടുള്ള ചിത്രമാണ്. സിനിമയ്ക്കൊക്കെ പോയിട്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കാണിക്കുന്ന ഒരു റീലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ ഇത് ഉപയോഗിക്കും എന്ന് നമ്മൾ വിചാരിക്കും, ഇത് വല്ലാത്ത ഒന്നാണ് കേട്ടോ, ഇത് കണ്ടുകൊണ്ട് ഉപയോഗിക്കും. ഇതൊന്നും യേശുന്നില്ല എന്ന് പറയും. അത്രമേൽ രൂഢമൂലമാണ് അജ്ഞാനം. അപ്പോൾ അത് പല വഴിയിൽ അത് നമ്മൾ അതുമായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് നമുക്കിതിനെ സ്വീകരിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ ധർമ്മവുമായാണോ യോജിപ്പിച്ചത്, അതോ സമൂഹത്തിലെ മറ്റു പലതുമായിട്ടാണോ യോജിപ്പിച്ചത്? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ ഗീത അതിൻ്റെ അവസാനം ഇതിലേക്ക് കടന്നു വരിക. അതിൻ്റെ ഉപസംഹാരമാണ് മൊത്തത്തിൽ. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇഷ്ടങ്ങളെ ധർമ്മത്തിൽ യോജിപ്പിക്കാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയുണ്ട് നമുക്ക്. ആ നിസ്സഹായാവസ്ഥയാണ് പിതാവിനോട് പുത്രൻ പറയുന്നത്. ആരാണ്? വ്യാസരോട് ധൃതരാഷ്ട്രം പറയുന്നത്. എന്താ ധൃതരാഷ്ട്രം പറയുന്നത്? യഥാ ഭവാൻ വേത്തി തദാസ്മി വേത്ത
ഭവാഭവൗ മേ വിദിതൗ യഥാർത്ഥോ സ്വാർത്ഥൈ സമ്മുഹ്യതി താതലോക മാം ചാപി ലോകാത്മകമേവ വിദ്ധി. യഥാ ഭവാൻ വേത്തി, എങ്ങനെ അങ്ങറിയുന്നു അതുപോലെ ഞാനും അറിയുന്നു. അഹമ വേത്തി, ഞാനും അറിയുന്നു. എന്ത്? വിദിതൗ യഥാർത്ഥവും, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്. യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത ഭവാഭവൗ മേ വിദിതൗ യഥാർത്ഥവും. സ്വാർത്ഥേ സമ്മുഹ്യതി താതലോക. ഹേ താത, അച്ഛ, സ്വാർത്ഥേ സമ്മുഹ്യതി, സ്വാർത്ഥത കൊണ്ട് ഈ ലോകം മുഹ്യതി, മോഹിക്കപ്പെട്ടിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. മാംച അപി ലോകാത്മകമേവ വിദ്ധി, ഞാനും ലോകത്തിനനുസരിച്ച് പോകുന്നു. അപ്പൊ ധൃതരാഷ്ട്രന് തൻ്റെ ആഗ്രഹത്തെ ധർമ്മവുമായി യോജിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇഷ്ടം ധർമ്മേഷു യോജയെ ധൃതരാഷ്ട്രന് പറ്റില്ല. അപ്പൊ ധൃതരാഷ്ട്രൻ ഏതുമായിട്ടാണ് യോജിപ്പിച്ചത്? ലോകരൊക്കെ ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്, പിന്നെ ഞാനെന്തിന് ഇവിടെ ഡീസൻ്റ് ആവണം? ഇതാണ് ഇത്. ഈ ധൃതരാഷ്ട്രത്വം, ധൃതരാഷ്ട്രവാദം നമുക്ക് എല്ലാറ്റിലും കാണാം. നമ്മുടെ ഈ ചുറ്റുപാട് വൃത്തികേടായി കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വാദമാണ്. ഞാൻ മാത്രം ഈ പറഞ്ഞ മാലിന്യവും ഈ അഴുക്കും ഇതൊക്കെ നിക്ഷേപിക്കാതിരുന്നുകൊണ്ട് ഇപ്പം എന്താ? ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതോ? ഞാൻ മാത്രം ഈ റോട്ടിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തി പ്രോപ്പറായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ? മറ്റവന്മാരൊക്കെ കണ്ടില്ലേ പോകുന്നത്, ഓവർടേക്ക് ചെയ്ത് ആ സൈഡിൽ കൂടെയൊക്കെ കയറി പോണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട്? എല്ലായിടത്തും ഇതിനെ, ധർമ്മത്തെ ബൈപ്പാസ് ചെയ്യുന്നത് ആരാ? ഇതാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇഷ്ടത്തെ ധർമ്മവുമായി യോജിപ്പിക്കുന്നതിൻ്റെ കല, ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ഓരോരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇഷ്ടങ്ങളെ ഇങ്ങനെ ഓരോരുത്തരും സമൂഹത്തിൽ അവരുടെ ഈ അധാർമികതയ്ക്ക് ഒരു ധാർമ്മിക തലനിലത്തിൽ എന്താ പറയുക സൃഷ്ടിച്ചു കൊടുക്കും. അതെല്ലാം തന്നെ ഇങ്ങനെയാണ്. വളരെ കരുതലോടുകൂടി ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ട്രാപ്പിൻ്റെ ഭാഗമായത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇഷ്ടം ധർമ്മേഷു യോജയേ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ കാമനകളെ ഞാൻ എന്തു വേണം? ധർമ്മവുമായി യോജിപ്പിക്കണം. അതാണ് ഈ വാതിൽ അടയ്ക്കാനുള്ളൊരു വഴി. ഈ ഒന്നാമത്തെ വാതിൽ, കാമം എന്ന് പറയുന്ന വാതിലിന് പകരം വയ്ക്കാൻ ഒരു ഡോറുണ്ട്. ഇത് നരകത്തിലേക്കുള്ളതാണെങ്കിൽ ഇത് സ്വർഗത്തിലേക്കുള്ളതാണ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ളതാണ്. അത് പ്രധാനമാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ വാതിൽ, അപ്പം ആ വാതിലിന്, ഈ കാമമാകുന്ന വാതിലിന് പകരം വയ്ക്കുന്ന വാതിൽ ഏതാ? അവിടെ വരുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു, ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ത്യാഗത്തിന് എന്ത് വേണം? വൈരാഗ്യം വേണം. അപ്പം നമ്മൾ പണിയേണ്ടുന്ന വാതിൽ അതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കയറി ഇറങ്ങി പോകുന്നത് ഈ വാതിലിലൂടെയാണ്. സ്വർഗവാതിൽ ഏകാദശിക്കും നമ്മൾ പോണത് ഈ വാതിലിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നുണ്ട്. ഏതാണ് ഈ വാതിൽ? വാതിൽ ഇതാണ്. അപ്പം ആ വാതിലിലൂടെ പോയാൽ എന്താ, എങ്ങോട്ടൊക്കെയായി പോക്ക്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് ആവിർഭൂതമായതാണ് ഈ കാമം. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ക്രോധം ഉണ്ടാവുന്നത്.
അപ്പോൾ ഒന്നാമത്തെ വാതിൽ, അതിന് നമുക്ക് വൈരാഗ്യം ബദലായിട്ടൊരു ബദൽ സംവിധാനം നമ്മൾ നമ്മുടെ ശാസ്ത്രം പറയുന്നതാണ് ബദൽ. ഈ 3 വാതിലുകൾക്ക് ബദൽ വാതിലുകൾ നമ്മൾ സൃഷ്ടിക്കണം. ഏതത്രയം ത്യജേത് എന്നാണ് പറഞ്ഞത്. ഈ 3 ഡോറിനെ നീ ഉപേക്ഷിക്കണം. രണ്ടാമത്തതോ ക്രോധം. ക്രോധം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? പറയേണ്ട കാര്യമില്ലല്ലോ. പകരമുള്ള വാതിലെന്താ? ക്ഷമ. ക്ഷമയാ രോചത്തെ ലക്ഷ്മി. ക്ഷമയാൽ ലക്ഷ്മി പ്രകാശിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഈ നരകം എവിടെയാണ്? ഈ നരകം ഏതോ ഭൂപ്രദേശമാണോ? അല്ല, എന്നിലാണ്. ഇതിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ്. ഞാനാണിതിനെ ഞാനാണിതിനെ ഈ ഡോറിന് എന്താ പറയുക, കൊത്തുപണിയൊക്കെ ചെയ്ത് വാർണിഷ് അടിച്ച് പോളിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഞാനിതിനെ. മറ്റേ വാതിൽ, അങ്ങനൊരു വാതിൽ ഇല്ല എന്ന് പറയാം. ഇപ്പം 2ാം വാതിൽ. 3ാം വാതിൽ എന്താണ്? ലോഭം. അതെന്താണ്? ആദ്യത്തേത് കാമം. എനിക്ക് നന്ന സാധനങ്ങളൊക്കെ വേണം. ക്രോധം, അതിനെതിരെ ആരെങ്കിലും നിന്നാൽ അല്ലാത്തതിനും ഒക്കെ ക്രോധം. ലോഭമോ, അത് എനിക്ക് മാത്രം മതി. ഞാനതിൻ്റെ ഒരു ലോബിയാണെന്ന് പറയും. ലോഭവും ലോബിയും വളരെ ചേർന്ന് നിൽക്കുന്ന പദം. ഞാനാണ് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ. അതിനെ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ വെക്കും, എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യും. ഇതൊക്കെ ശേഖരിക്കൽ തന്നെ എൻ്റെ ഒരു ജോലിയാണ്. ഒന്നും ആർക്കും കൊടുക്കില്ല. തനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത അത്രയധികം ഓരോന്നും ശേഖരിച്ചു വയ്ക്കുക. ഇത് 3. അപ്പം ഇന്ന് ഈ വർത്തമാനകാലത്ത് ഇതിന് 3നും ഇതിന് വളരെ പ്രസക്തിയില്ലേ? ഉണ്ടല്ലോ. നമ്മുടെ ആധുനിക ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നരകത്തിന് എന്താ, ഈ 3 നരക വാതിലുകൾക്ക് പ്രസക്തിയില്ലേ? ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഓഫീസിലില്ലേ ഈ ഡോറുകൾ? ഓഫീസിലുള്ളവരിൽ ഈ ഡോറിലൂടെയാണോ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ താല്പര്യപ്പെടുന്നത്? കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോർ ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ഓഫീസിൽ ഉള്ള, നമ്മൾ എവിടെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയിൽ ഏതൊക്കെ വിധത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാമം, ക്രോധം, ലോഭം, ഇനി നമ്മൾ ഇപ്പോഴത്തെ ആധുനിക ലോകത്തിൽ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഇത് അതിലെനിക്ക് എത്ര ലൈക്ക് കിട്ടി? കാമമല്ലേ? ഞാനിട്ട പോസ്റ്റിൽ വന്ന് അവൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഈ ലൈക്കും ഷെയറും കമൻസും ഒക്കെ ഏതിൻ്റെ സന്തതികളാണ്? ഇതിൻ്റെതാ. എല്ലാം നമുക്ക് വിസ്തരിച്ച് ഇതിൽ എന്താ പറയുക, ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ആധുനിക ലോക വീക്ഷണത്തിൽ ഈ നരകവാതിലുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ്, എങ്ങനെയാണ് ഇത് തുറന്നിട്ടിരിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങുന്നത് ഈ വാതിലിലൂടെയല്ലേ? എന്നിട്ട് ഈ വാതിലിലൂടെ കയറി ഇറങ്ങി സ്വർഗവാതിൽ ഏകാദശിക്ക് വ്രതം എടുത്തതുകൊണ്ട് നടക്കുമോ വല്ലതും? അപ്പം നമ്മുടെ മനസ്സിൽ തുറക്കുന്ന ഈ വാതിലുകൾ, നരകവാതിലുകൾ,
ഈ വാതിലിൽ അഥവാ ഇതിലൂടെ കയറി കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര ശ്ലോകമുണ്ട്. ഭഗവത്ഗീതയിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകം അതാണ്. ഏറ്റവും നമ്മളോടിപ്പോൾ ഗീതയിലെ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു ശ്ലോകം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതാണ്. ഉദ്ധരേ ആത്മന ആത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഉദ്ധരേ, നീ നിന്നെ ഉയർത്തണം. ആത്മന ആത്മാനം, വിവേകമാർന്ന മനസ്സുകൊണ്ട് തളർന്നതിന്. അഥവാ ആ ഡോറിലൂടെ പോയി, പക്ഷെ അതിൽ തന്നെ ഇനി അതിലേ തന്നെ പോകണ്ട. ചിലപ്പോൾ നമ്മൾ ഈ വളരെ അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ളൊരു പോക്കാണ്. അപ്പോൾ ബാത്റൂം അവിടെ കണ്ടു, വലിയ തിരക്കൊന്നും ബാത്റൂമിൻ്റെ ചുറ്റുവട്ടത്തോ കാര്യങ്ങളിലോ ഒന്നുമില്ല. അവിടെ എന്തോ ബോർഡൊന്നും എഴുതി വെച്ചിട്ട് കണ്ടില്ല, ലേഡീസ് ജെൻസ് എന്തോ ഒരു സൈൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. കയറിപ്പോയത് എന്തിലാ? ലേഡീസായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറി കാര്യം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ലേഡീസാണ് കേട്ടോ എന്ന്. അവർ മര്യാദയിൽ പറഞ്ഞു, അയ്യോ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ. വീണ്ടും അത് തന്നെ പണി ചെയ്യോ? ഇല്ല എന്ന് പറയാം. ഇടയ്ക്ക് അങ്ങനെ പറ്റിപ്പോവാം. അപ്പം അഥവാ കയറി ഈ വാതിലിലൂടെ, നരകവാതിലിലൂടെ, അതിനാ ഭഗവാൻ പറയുന്നത് ഉദ്ധരേ ആത്മാനം ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേ. നീ ഈ വാതിലിലൂടെ ഉള്ള പരിപാടി സ്ഥിരമാക്കരുത്. അങ്ങനെ നീ സ്ഥിരമായിട്ട് ഈ ഡോറിലൂടെ, 3 ഡോറിലൂടെയാണ് നിൻ്റെ പോക്കുവരവ് എങ്കിൽ ഇതിനൊരു പോക്കുവരവ് നടത്തി എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. പോക്കുവരവ് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ പോക്കുവരവ് നടത്തിയിട്ടുണ്ടോ? ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടോ? ലോൺ എടുക്കാൻ പോകുമ്പോഴും ഇതിനൊക്കെയാണ് ആവശ്യമായിട്ട് വരിക. ഇതേപോലെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്നാണ് പോക്കുവരവ് സർട്ടിഫിക്കറ്റ്. ഏതിലേ പോകുന്നത്, ഏതിലേ വരുന്നത്. അപ്പോൾ അർജുന, നിൻ്റെ ഈ പോക്കുവരവ് ന ആത്മാനം അവസാദയെ, നീ ഇങ്ങനെ നിന്നെ നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിക്കുന്ന സമയത്ത് ആത്മായേവ രിപുഹു, നീ തന്നെയാണ് നിൻ്റെ ശത്രു. നീ ഉദ്ധരിക്കുന്ന സമയത്തോ ആത്മായേവ ബന്ധുഹു, നീ തന്നെയാണ് നിൻ്റെ ബന്ധു. അപ്പോൾ ബന്ധുവാര് ശത്രുവാര് എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട്. ഞാൻ തന്നെ എന്ന് പറയണം ഈ പാട്ട് കേൾക്കുമ്പോൾ. ആരാണ് ബന്ധു, ആരാണ് ശത്രു? ഞാൻ തന്നെ. ഞാൻ അനുവദിച്ചാൽ എന്നിൽ ശത്രുവുണ്ട്. ഞാൻ അനുവദിച്ചില്ല എങ്കിൽ മിത്രം മാത്രമേ ഉള്ളൂ, ബന്ധു മാത്രമേ ഉള്ളൂ. അപ്പം ഈ വാതിൽ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ മതങ്ങളിലും ഈ നരകത്തിൻ്റെ വാതിലിനെ കുറിച്ച് പരാമർശമുണ്ട്, നരകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമുണ്ട്. ഈ വലിയ ഗ്യാസ് ചേംബർ പോലുള്ളതിലൊക്കെ ഉള്ളിലിടുന്നതും വറുത്ത് പൊരിക്കുന്നതും ഈ നമ്മുടെ ഷവർമയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കോലിലൊക്കെ എത്തി ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ ഉണ്ട്. 65ഉം 75ഉം ഒക്കെ ആക്കും നമ്മളെ തന്നെ വറചട്ടിയിലേക്ക് ഇടുന്നതൊക്കെ ഉണ്ട്. ഈ വറചട്ടി തന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ടതായത്. അതുകൊണ്ട് ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മനഃ കാമക്രോധ തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. തസ്മാത്, അതുകൊണ്ട് അർജുന, നീ എന്തു വേണം? ഇതിനെ ത്യജിക്കണം. ഈ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി
കാണിക്കുന്ന ഓരോ കോപ്പറാട്ടിത്തരങ്ങളിൽ അവസാനം കിട്ടുന്ന ഫലം കാണുന്നില്ലേ? അവിടെ പോയി നിന്ന് അങ്ങനെ റീൽ ചെയ്തു, ഇങ്ങനെ റീൽ ചെയ്തു, എന്നിട്ട് എന്തായി? മൊത്തത്തിലൊരു റീലായി. ഇത് നമ്മുടെ കാലത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ളതായത്. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? എന്തിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേവലാതികളുണ്ടോ? ലഹരിയാണെങ്കിലും ഈ അക്രമ വാസനകൾ, അത് ഇത്, സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നലെ ആ ആശയം പറഞ്ഞതാണ്. അത് സമൂഹത്തിൽ നിന്ന് സമൂലം തുടച്ചു നീക്കാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അത് എന്നിൽ ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുക. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ നമ്മൾ. ഇതിനെയാണ് യേശുദേവൻ പറഞ്ഞത്, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അത്രയേ ഉള്ളൂ. ഈ 3 സംഗതികൾ. അതുകൊണ്ട് അർജുന, നീ ഇതിനെ 3നെയും ഉപേക്ഷിക്കണം. തുടർന്ന് പറയാം. ഇതിൻ്റെ ഉപസംഹാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ. ഏതൈർ വിമുക്ത കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചരത്യാത്മനഃ ശ്രേയഃ തതോ യാതി പരാം ഗതിം. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മളോട് ഓരോരുത്തരെയും അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ പറയണു, ഹേ കൗന്ദേയ, അല്ലയോ കുന്തിയുടെ പുത്ര, തമോദ്വാരൈഹി, ഇരുട്ടിൻ്റെ ദ്വാരങ്ങളായിട്ടുള്ള, നരകത്തിന് ഇരുട്ടെന്ന് പറയും, അസൂര്യ, സൂര്യരഹിതമായ ഇടം, അതുകൊണ്ടവർ അസുരന്മാർ. തമോദ്വാരൈഹി, ഇരുട്ടിൻ്റെ വാതിലുകളായിട്ടുള്ള, കവാടങ്ങളായിട്ടുള്ള, ഏതൈഹി ത്രിഭിഹി, ഈ 3നോടും ത്വം വിമുക്തഃ, നീ വേർപെട്ടവനായിരിക്കണം. ഇനി ഇവിടെ പറയുന്നത് വിമുക്തഃ നരഃ, അങ്ങനെ മോചിതനായിട്ടുള്ള, വേർപെട്ടവനായിട്ടുള്ള, ആത്മന ആത്മ ഏവ ബന്ധുഹു ആയിട്ടുള്ളവൻ. മറ്റവൻ രിപു, അവൻ തന്നെ ശത്രു. ഇവിടെ വിമുക്തഃ നരഃ, അവൻ ആത്മനഃ ശ്രേയഃ ആചരതി, അവൻ്റെ നന്മയെ ലാക്കാക്കി അവൻ പ്രവർത്തിക്കുന്നു. ഇപ്പം ഈ അവൻ്റെ നന്മയെ, അവനവൻ്റെ നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പോൾ സെൽഫിഷാണല്ലോ ഇവന്മാർ. എടോ, താൻ ആദ്യം ഇത് മനസ്സിലാക്കുക എന്താണ്. ഈ കഷ്ണ കേൾക്കുക, എന്നിട്ട് ഭയങ്കര ജാതി യുക്തിവാദവും പറയും. ഇവന്മാർക്ക് ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഇതിൽ ശ്രദ്ധ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് 2 വർത്തമാനം പറയുമ്പോൾ, കാരണം ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. സ്വാർത്ഥനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാമക്രോധ ലോഭങ്ങളിലല്ല. ഇവിടെ പറയുന്ന തന്നെ താൻ ശത്രുവായിട്ട് ഒരിക്കലും, തന്നോട് നേരത്തെ പറഞ്ഞുവല്ലോ, സമൂഹത്തിലെ അനീതികളൊന്നും തന്നെ തന്നിലില്ല എന്ന് ഉറപ്പാക്കുക. അതാണ് ഇവിടുത്തെ സെൽഫിഷ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റവൻ്റെ കട്ടെടുത്ത് കയ്യിൽ പൂഴ്ത്തി വയ്ക്കുന്നതല്ല. അപ്പോൾ അവനെന്താണ്? ആത്മനഃ ശ്രേയ ആചരതി. അല്ല, നമ്മളെ നന്നാക്കാൻ പിന്നെ വേറെ ആർക്കാ സാധിക്കുക? നമ്മളല്ലേ നമ്മളെ നന്നാക്കേണ്ടത്. അല്ല മറ്റുള്ള ഒരാളോട് പറയാ നീ എന്നെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിക്കുമോ? അത് മുല്ല നസറുദ്ദീൻ്റെ തമാശ പോലെ, എടി ഭാര്യയെ നീ എന്നെ നിയന്ത്രിക്കൂ, എനിക്ക് എന്താ പറയുക ഷുഗറും പ്രഷറും അതും ഇതൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, നീ എന്താ നിയന്ത്രിക്കാത്തത് എന്ന്. അതുപോലെ യുക്തിരഹിതമാണ്. നമ്മളെ നേരെയാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നമ്മളെ നേരെയാക്കൽ. അതിന്തിനാ നമ്മൾ ഈ TV-യുടെ റിമോട്ട് പോലെ അന്യൻ്റെ കയ്യിൽ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചാനൽ മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റണം. അപ്പോൾ ആത്മനഃ ശ്രേയ ആചരതി, അവൻ്റെ ശ്രേയസ്സിന് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. തതഃ, അതിൽ നിന്ന് പരാം ഗതിം ചയാതി, അവന് പരമമായ ഗതിയെ അവനുണ്ടാകുന്നു. അപ്പോൾ ഈ 3 ദ്വാരങ്ങൾക്ക് സമാനമായ മറ്റ് 3 കവാടങ്ങൾ അവൻ തന്നെ തീർക്കുന്നു. അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ പോക്കുവരവ് അവൻ അതിൽ കൃത്യമായി
നിർവഹിക്കുന്നു. യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. ഭഗവാൻ തുടരുകയാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയണു, യഹ ശാസ്ത്രവിധിം ഉത്സൃജ്യ, യഹ യാതൊരുവനാണോ ശാസ്ത്രവിധിം ഉത്സൃജ്യ, ഈ പറഞ്ഞ ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രത്തിൽ ശാസനാരൂപത്തിൽ ഉപദേശരൂപത്തിൽ നൽകിയിട്ടുള്ള ഈ അറിവിനെയെല്ലാം തന്നെ എന്താണ് ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട്, ഇവൻ ഇത് ഉപേക്ഷിച്ചിട്ടാണ് മറ്റേ സ്വർഗവാതിൽ ഏകാദശിക്ക് പോണത്. ഏത് വാതിലൂടെയാണ് പോണത്? നരകവാതിലൂടെ. അപ്പോൾ യഹ ശാസ്ത്രവിധിം ഉത്സൃജ്യ, ശാസ്ത്രവിധിയെ പൂർണ്ണമായി നിരാകരിച്ച് അതിനെയൊന്നും അനുസരിക്കാതെ അതൊന്നും എന്നെ സംബന്ധിക്കുന്നതല്ല എന്ന മട്ടിൽ കാമകാരതഃ, ഈ ആഗ്രഹം തന്നെ കാരണമായിട്ട് തോന്നിയ വിധത്തിൽ തനിക്ക് താൻ തന്നെ നേതാവും, തൻ്റെ നിയമം താൻ ഉണ്ടാക്കും, അത്രയുണ്ട്. നീ ആരടാ ചോദിക്കാൻ? ഇതാണ് മൂപ്പരുടെ നിലപാട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തേ നിനക്കെന്താ പ്രശ്നം? ഒരാൾ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്നിരിക്കട്ടെ, എന്താണ് സുഹൃത്തെ ഇങ്ങനെയാണോ വണ്ടി പാർക്ക് ചെയ്യുക, നിങ്ങൾക്കെന്താ? അപ്പം അതിനൊന്നും യാതൊരു ജാള്യതയില്ലാതെ, ഒരു തെറ്റാണ് താൻ ചെയ്യുന്നത് നന്നായിട്ട് അറിയാം, എന്നാലും അത് ചെയ്യുന്നതിന് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ നിവർത്തിച്ചു കൊണ്ടിരിക്കുക. വല്ലാത്തൊരു ജാതി ആളുകളാണ് ഇവരാണെങ്കിലോ. എൻ്റെ അമ്മോ ഭയങ്കര സനാതന ധർമ്മികളുമാണ്. ചിലരുടെ കാര്യം പറയാം. അതുകൊണ്ട് എന്താണ് കാമകാരതഃ പ്രവർത്തന്തേ, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. സഹ അവർ സിദ്ധിം ന അവാപ്നോതി, അവർക്ക് സിദ്ധി ഏതാണോ സാധനമില്ലേ പിന്നെ ഇവിടെ സിദ്ധി, അത് കൈവരിക്കാൻ സാധിക്കുന്നില്ല. ന സുഖം, അവരെ സംബന്ധിച്ച് സുഖം എന്നത് ആത്യന്തികമായ ശാന്തി സമാധാനം എന്നത് അവർക്ക് ലഭ്യമേ അല്ല. പരാം ഗതിം, അത് തന്നെ, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം മോക്ഷം എന്നുള്ള അവരുടെ ഏഴയലത്തുകൂടെ പോകുന്നതല്ല. ഈ കറക്ക് കമ്പനിയിൽപ്പെട്ട് അവരങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകം ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ എന്താ പറയുക, ഉപസംഹാര ശ്ലോകം, അവസാനത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭഗവാന്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. എന്താ പറയണത്? തസ്മാത്, അതുകൊണ്ട്, ശാസ്ത്രം പ്രമാണം തേ, തേ പ്രമാണം ശാസ്ത്രം, തസ്മാത് തേ, അതുകൊണ്ട് നിനക്ക്, തേ നിനക്ക്, എന്തിന്? കാര്യാകാര്യ വ്യവസ്ഥിതവും, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്. നമുക്ക് ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിൽ, അതിനാണ് കാര്യകാര്യ വ്യവസ്ഥിതവും. അതിൽ നമുക്ക് എന്തായിരിക്കണം, എന്ത് ചോദിക്കുകയാണ്, അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രമാണം വേണ്ടേ? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ, നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. വളരെ പ്രധാനമാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം ധർമ്മേഷു യോജയെ എന്ന് പറഞ്ഞ പോലെ വേദമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാശ് വസൂലാക്കാൻ വേണ്ടി തട്ടിപ്പ് യജ്ഞം, ആ ഹോമം, അത് ഇത് എല്ലാം. കാരണം എന്താണെന്ന് പറയും, നിങ്ങളെ കൊടുക്കണമെങ്കിൽ ഇതാണ് വഴി. ഈ പലരെയും കൊടുക്കാനുള്ള പല പല വഴികളുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു വഴിയാണ് ഭഗവത്ഗീത. സർവധർമ്മശാസ്ത്ര സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത. അതിലിങ്ങനത്തെ ഏടാകൂടങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ?
നിങ്ങൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടുന്ന പൂജാവിധിയെക്കുറിച്ചാണെങ്കിൽ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തത് ഭക്തിബഹൃതം പ്രയതാത്മനഃ അഹം അശ്നാമീന. ഒരു ഇല, ഒരു പൂ, ഒരു പഴം, ഇതിലേതെങ്കിലും നാലിലേതെങ്കിലും ഒന്ന് ശ്രദ്ധയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നു എങ്കിൽ അതിലേറെ ശ്രദ്ധയോടുകൂടി അത് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. നിങ്ങൾ വലിയൊന്നും 100-150 ഇഷ്ടികയൊന്നും നിരത്തി ഇത് രാവിലെ ആയിട്ട് പോവുകയാണ് എന്ത് ഹോമം പഠിക്കാൻ. ഞാൻ എന്നിട്ട് ഇന്നതാണ് ഹോതാവാണ് അതാണ് ഇതാണ് എല്ലാം തട്ടിപ്പാണെന്ന്. ഇതല്ലാതെ പഠിക്കാം നമുക്ക്. കാരണം എന്താണെന്നറിയോ, ഇതൊന്ന് പറഞ്ഞ് വേറൊന്ന് പറയുമ്പോൾ പിന്നെ രണ്ടും കൂടെ നമുക്ക് കൺഫ്യൂഷനാണ്. ഇത് ഉപജീവനമാക്കിയെടുത്ത് ആളുകളെ മൊത്തത്തിൽ ഇത് ചെയ്താൽ അത് ചെയ്താലേ ഇത് കിട്ടുള്ളൂ, ഇത് ചെയ്താലേ അത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന വിദ്വാന്മാർ നാട്ടിൽ നിന്ന് അത് കൂടിക്കൊണ്ടിരിക്കുക, കൂടി വരിക. കോഴിക്കോട് പ്രദേശത്തൊക്കെ കൊണ്ടുപിടിച്ച് നമ്മളോട് പലരും പറയുന്നുണ്ട്, കൊണ്ടുപിടിച്ച ഹോമങ്ങളാണ്. ഇപ്പം ഈ ഹോതാക്കളെ കൊണ്ട് വഴി നടക്കാൻ വയ്യ എന്നാണ് പറഞ്ഞത്. എന്നാൽ അവരെ വല്ല പറമ്പ് നേരെയാക്കാൻ വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചാൽ അതുമില്ല. ആവശ്യം അതിനാണ്. കുറേ അജ്ഞാനികൾ വേദത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കും. ഈ ഹോമപ്പക കൊണ്ട് പ്രാചീന ബർഹിഷിസ് എന്ന ഒരു കഥാപാത്രത്തെ ഭാഗവതം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ വിദ്വാന്മാരെ കുറിച്ചാണ്. എവിടെ ഇഷ്ടിക കിട്ടിയാലും നിരത്തി ഹോമം ചെയ്ത് അത് കിട്ടും ഇത് കിട്ടും എന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നവർ. അവർക്ക് നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ, കാര്യകാര്യ വ്യവസ്ഥിതം, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നത്. അങ്ങനെ നമുക്കൊരു ശാസ്ത്രം ഉണ്ടോ? പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രമാണം തേ ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതിനെ അറിഞ്ഞിട്ട് ജ്ഞാത്വ ഇഹ ഇവിടെ കർമ്മകർത്തും ത്വം അർഹസി, കർമ്മം ചെയ്യാൻ, ഇവിടെ കർമ്മം ചെയ്യാൻ നീ അധികാരിയാണ്, യോഗ്യനാണ്. അപ്പം നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ എന്തുണ്ടായിരിക്കണം? ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ പറയുന്നു, ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും മറച്ചു നോക്കാൻ നിങ്ങൾക്ക് പിൻബലം കിട്ടിയിട്ടില്ല എങ്കിൽ എന്താ വേണ്ടത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ അത് മാത്രം ഓർത്താൽ മതി. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും മറ്റുള്ളവർക്ക്, അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശാസ്ത്രവിഹിതമല്ല. ഇനി അടുത്ത അധ്യായത്തിൽ അശാസ്ത്രവിഹിതം ഘോരം, ഇനി ഇവന്മാരുടെ എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും വിസ്തരിച്ച് പറയുന്ന അധ്യായമാണ് അടുത്ത 17ാമത്തെ അധ്യായം, ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ഈ 3 ശ്രദ്ധയിലുള്ള സാത്വിക രാജസിക താമസിക ശ്രദ്ധയിൽ പൂണ്ടിരിക്കുന്നവരുടെ കർമ്മങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും എല്ലാം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് ശ്രദ്ധാത്രയ വിഭാഗയോഗം. ഇവിടെ 16ാം അധ്യായം ഉപസംഹരിക്കപ്പെടുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ആയിട്ടുള്ള ഈ 16 ഇവിടെ സമാപിക്കുക. നമുക്ക് 17ാം അധ്യായം നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.